ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. നമ്മളിതാ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അതായത് ഇത് ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയി കാണും. ഓക്കെ, ഞാൻ റെഡിയായി, കുഞ്ഞിപ്പെണ്ണ് റെഡിയായി. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഏട്ടനാകെ മൂഡ് ഓഫിലാണ്. കാരണം എന്ന് വെച്ചാൽ ഏട്ടൻ വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം, കുഞ്ഞിപ്പെണ്ണിനെ വിട്ട് പിരിയുന്നതിൻ്റെ സങ്കടം. ഒരു 6 ദിവസമേ ഉള്ളൂ നാട്ടിൽ. എന്നാലും കുറച്ച് നാൾ കുഞ്ഞിപ്പെണ്ണിനെ വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം ആണ് ഏട്ടന്. അപ്പോൾ ഇതാ ഞാനും കുഞ്ഞിപ്പെണ്ണും ഇവിടെ അലമ്പാക്കിക്കൊണ്ടുണ്ട്. ഒന്നും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഞാനും കുഞ്ഞിപ്പെണ്ണും ഏട്ടനെല്ലാം റെഡിയായി. നമ്മൾ ഏട്ടനെ സങ്കടപൂർവ്വം ടാറ്റ ബൈബി എല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഏട്ടൻ കാര്യം പറഞ്ഞാൽ ഏട്ടൻ നമുക്കിവിടെ ദുബായ് എയർപോർട്ടിൽ നമുക്ക് നാട്ടിലെ പോലെയല്ല, നമുക്ക് അകത്തേക്ക്, അതായത് നമുക്ക് ചെക്ക് ഇൻ വരെ നമ്മൾ കൂടിയുള്ള ആൾക്കാർക്ക് വരാം. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ട്രോളീൻ്റെ മേലെ ആദ്യം തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് കണ്ടാൽ പിന്നെ വിടൂല, അതിൻ്റെ മേലെ തന്നെയാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് സാധാരണ തന്നെ പുറത്തേക്ക് പോകുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര തുള്ളിച്ചാടലും എൻ്റെ ഫോണ് പിടിച്ച് കയറ്റലും എല്ലാം കൊണ്ട് അലമ്പേശിയായിട്ടിരിക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അതേ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ച് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ സ്വന്തം കറിച്ചട്ടിയിലേക്ക് പോയി ഒരു ചായയും കടിയെല്ലാം കടിച്ച്, ചായയും പരിപ്പുവടയായിരുന്നു വാങ്ങിയത്. അങ്ങനെ ഇതേ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം വെക്കേഷനാണ് UAE. അപ്പം അതായത് ജൂലൈ ഓഗസ്റ്റ് UAE വെക്കേഷനാണ്. അപ്പം ഭയങ്കര ടൈറ്റാണ് ഇപ്പം നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാനായാലും എല്ലാ കാര്യവും. കാരണം എയർപോർട്ടിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ നമ്മുടെ വണ്ടി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചിട്ട് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതേ നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. ഈ മെട്രോ സ്റ്റേഷൻ എനിക്ക് വളരെ നൊസ്റ്റാൾജിയ ഉള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതായത് ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ എന്നുള്ള മെട്രോ സ്റ്റേഷനിലാണ് എപ്പോഴും വർക്കിന് പോകുന്നത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രോ. അപ്പോൾ ആ മെട്രോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു, ഒരു കാലം ഞാൻ ഓർത്ത് പോയി, ഇനിയും ഇതിൽ കൂടെ പോകണമല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക്. ഓക്കെ, ദെൻ മെട്രോ കയറി. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് മെട്രോ ആണ് കേട്ടോ. ഇതുവരെ മോള് മെട്രോയിൽ എവിടെയും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ മെട്രോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത്, കാരണം ഏട്ടൻ വരുന്നില്ലല്ലോ, അപ്പം പാർക്ക് ചെയ്യുമ്പം എയർപോർട്ടിൽ ഭയങ്കരമാണ് പാർക്കിംഗ് ഫെയർ. സോ മെട്രോ ആണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം ടെർമിനൽ 1 മെട്രോ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ നേരെ ഇറങ്ങുന്നത് തന്നെ എയർപോർട്ടിലേക്കാണ്. കണ്ടത്, ഇതിപ്പം ടെർമിനൽ 1 നമ്മൾ ഇറങ്ങി, മെട്രോ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഇറങ്ങി ഈ ഒരു എൻട്രൻസ് ത്രൂ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഓക്കെ, നമ്മളങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. എനിക്കും കുഞ്ഞിപ്പെണ്ണ് പിന്നെ അറിയില്ല നാട്ടിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏട്ടന് ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മളെ വിട്ടിട്ട് ഇത്ര നാളും നിന്നിട്ടില്ല, ഇത്ര ദിവസം. ഞാനിപ്പോൾ ഒരു 10 ഡേയ്സിനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, ഡ്യൂട്ടി ഉണ്ട്, ഫുഡിൻ്റെ കാര്യം, അങ്ങനെ എല്ലാം കൂടിയും ഭയങ്കര ടെൻഷൻ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് എത്ര ദിവസം കാണാണ്ടിരിക്കുന്നതിൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടൻ്റെ ഫേസിൽ ആ ഒരു ഇത് കാണാം ശരിക്കും. ഓക്കെ, നമ്മളിതാ എയർപോർട്ടിലെത്തി. എന്നിട്ടൊരു ട്രോളി എടുത്തു. വലിയ ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നൊരു 80 kg മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി നേരെ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. കാരണം സ്റ്റാഫ് ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൺഫേം ആവുമോ എന്നുള്ള ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ചാൻസ് ഭയങ്കര കുറവാണ് നമുക്ക് കിട്ടാനുള്ളത്. കാരണം പാസഞ്ചേഴ്സ് അത്രയും നമ്മളിവരെ സൈറ്റിൽ നോക്കുമ്പോഴും ഫുൾ ടൈറ്റാണ്. പിന്നെ ഒരു ഭാഗ്യത്തിന് കിട്ടിയാലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമുക്കെപ്പോഴും നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിക്കെട്ടി എയർപോർട്ടിലെത്തിയിട്ട് നമുക്ക് ആ ഒരു ത്രില്ലായിരിക്കും, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളവിടെ ചെന്നു, വെയിറ്റൊക്കെ നോക്കി എല്ലാം ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഒരു 8:30 വരെ വെയിറ്റ് ചെയ്യുക. 8:30 ആകുമ്പോൾ മെസ്സേജ് കൺഫേം ആയാൽ മെസ്സേജ് വരും എന്നുള്ള രീതിയിൽ. 8:30 ആയിട്ടും മെസ്സേജൊന്നും വന്നില്ല. ആകെ മൊത്തം ശശിയായി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഏട്ടന് സന്തോഷമായി ഒരു ദിവസം കൂടി. പക്ഷേ ഏട്ടൻ എൻ്റെ അടുത്ത് നാളെയും കൂടി നമുക്ക് ട്രൈ ചെയ്യാം, നാളെയും കൂടി ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ശശിയായി നമ്മൾ വീട്ടിലേക്ക് പോവാണ്.
ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ട്രൈ ചെയ്തു. നെക്സ്റ്റ് ഡേ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോക്ക് വേണ്ടി. അതുവരെ ടാറ്റ ബൈ ബൈ.